എനിക്ക് എന്റെ കുടുംബത്തിനെ സ്വർഗത്തിൽ എത്തിക്കണം റബ്ബേ, അതിനാണ് പടച്ചോൻ എന്നെ കുടുംബം ഏൽപ്പിച്ച് തന്നത് എന്ന ബോധം നമ്മൾ ഈ പലരെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടാ നമ്മളെ ഉമ്മ ഖദീജ റളിയല്ലാഹു തആല അൻഹാനെ പറ്റിയിട്ട് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി പറയുന്ന ഒരുപാട് ചരിത്രമുണ്ട്. ഒരു രാത്രി ആയിഷ റളിയല്ലാഹു തആല അൻഹ വീട്ടിൽ ഇങ്ങനെ കിടന്നുറങ്ങും, തന്റെ അരികിൽ കിടന്ന റസൂലുള്ളാഹിനെ കാണുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ കൈകൊണ്ട് പരതി നോക്കി, റസൂലില്ല. ദേഷ്യത്തോട് ആയിഷ റളിയല്ലാഹു തആല അൻഹ പുറത്തേക്ക് ഇറങ്ങി ചിന്തിച്ചു, അല്ലാഹുവിന്റെ റസൂലുള്ളാഹി രാത്രി മറ്റേതോ ഭാര്യമാരെടുത്തു പോയതാ. ആ വെറുപ്പിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ അങ്ങനെ കാത്തിരിക്കുമ്പോൾ കണ്ണ് നിറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കയറി വരിക. ആയിഷ ബീവി പരുക്കൻ ശബ്ദത്തിൽ ചോദിക്കുന്നുണ്ട്, എവിടേക്കാ റസൂലേ നിങ്ങൾ ഈ രാത്രിയിൽ പോയത്? റസൂലുള്ളാഹി പറയൂ, ആയിഷ എനിക്ക് എന്റെ ഖദീജ ഓർമ്മ വന്നു. ഖദീജ മനസ്സിൽ വന്നപ്പം പിന്നെ എനിക്ക് ഉറക്കം കിട്ടുന്നില്ല ആയിഷ. എന്റെ ഖദീജന്റെ കബറിന് പുറത്ത് ചെന്ന് ഞാൻ എന്റെ ഖദീജക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കം കരയും. അന്ന് വരെ സഹാബത്ത് കേൾക്കാത്ത നിലക്ക് റസൂല് പൊട്ടിക്കരയുമ്പം സഹാബാക്കൾ തോളത്തിങ്ങനെ അമർത്തി കൈ വെച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നബിയെ നിങ്ങൾക്ക് അത്രക്ക് ഇഷ്ടായിരുന്നോ ആ കിളവി ഖദീജാനെ? നിങ്ങളെക്കാൾ പ്രായമുള്ള ആ ഖദീജയെ എന്തിനാ നബി നിങ്ങൾ ഇത്രക്ക് സ്നേഹിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കബറിലേക്ക് ചൂണ്ടി പറയും, മക്കക്കാര് കരിങ്കല്ല് കൊണ്ട് എറിഞ്ഞോടിച്ചപ്പോ ഞാൻ കരഞ്ഞിട്ടില്ല സഹാബത്തെ. കാരണം എന്റെ ഖദീജന്റെ മടിയിൽ എനിക്ക് ആശ്വാസം ഉണ്ടായിരുന്നു. അവരെന്നെ ഉപരോധിച്ച് പട്ടിണി കിട്ടു. അബൂ ത്വാലിബിന്റെ തായ്വരയിൽ പച്ചലയും പച്ചവെള്ളവും കുടിച്ച് ഞാൻ ജീവിച്ചിട്ടുണ്ട്. ഞാൻ തകർന്നിട്ടില്ല. എന്റെ ഖദീജ വന്ന് എന്നെ ആശ്വസിപ്പിക്കും. ഹിറാ ഗുഹയിൽ നിന്നും ജിബ്രീലിനെ കണ്ട് ഞാൻ പേടിച്ചരണ്ടോടിയപ്പോ മക്കക്കാര് മുഴുവനും എനിക്ക് ഭ്രാന്താന്ന് പറഞ്ഞു. പക്ഷെ എന്റെ ഖദീജ എന്നെ നെഞ്ചോട് ചേർത്തിട്ട് പറഞ്ഞു, നബിയെ നിങ്ങളൊരു നല്ല ആണും നല്ലൊരു ഭർത്താവുമാണ് എന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ആ ഖദീജക്ക് പകരം പടച്ചോനെ ഭൂമിയും ഒരു ഭാഗത്തും എന്റെ ഖദീജാനെ മറുഭാഗത്തും നിർത്തിയ ഞാൻ എന്റെ ഖദീജാനെ തെരഞ്ഞെടുക്കും. ഇതെന്തുകൊണ്ട് അവർക്ക് അങ്ങനെ പ്രായം കൂടുതൽ ഉണ്ടായിട്ടും എന്തൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടും ജീവിക്കാൻ പറ്റിയത് എന്നറിയുമോ? അവരുടെ മനസ്സിൽ ഒരൊറ്റ ഐക്യമുള്ളൂ, അള്ളാന്റെ സ്വർഗം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് അതല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് തിന്നണം, നമ്മുടെ സൗകര്യങ്ങൾ മറ്റുള്ളവരെ കാണിക്കണം, പെരുമ കാണിക്കണം. എന്തുണ്ടാക്കുമ്പോഴും അതൊരു പത്രാസും പവറും ആവണം അല്ലേ? അള്ളാഹു പറഞ്ഞ റബ്ബിന്റെ ഒരു ശത്രു വിഭാഗങ്ങളുണ്ട്. അവര് പറയും, മക്കള് പഠിപ്പിച്ച് ജോലിയാക്കി, കുടുംബം ഉണ്ടാക്കി, വലിയ പുരണ്ടാക്കി, കാറ് കിട്ടി, എല്ലാം റാഹത്ത്, അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും പടച്ചോൻ തന്നു. പക്ഷെ അവർക്ക് എന്തുണ്ട് നബിയെ? കബറിൽ കിടക്കും ഒരു പ്രാർത്ഥനയായി മക്കളുടേത് കിട്ടാൻ, ഒരു കുടുംബമായി അള്ളാഹുവിന്റെ മുൻപിൽ നിൽക്കുമ്പം മനസ്സമാധാനത്തോടെ നാഥന്റെ അരികിലേക്ക് പോകാൻ എന്തുണ്ട് റസൂലി അവരെ കയ്യിൽ? ആ ഹൃദയ ഐക്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവേണ്ടത്. അലി റളിയല്ലാഹു അൻഹുവിനെ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. ഫാത്തിമ ബീവിക്ക് പ്രായമായി കല്യാണാലോചനകളൊക്കെ വരുമ്പോൾ പലർക്കും ഫാത്തിമ ബീവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഷാമെന്നും സിറിയയും ഒക്കെ കോടിക്കണക്കിന് മഹറുകളുമായി പല ചെറുപ്പക്കാരും മക്കയിൽ മദീനയിലെത്തി. കാരണം ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലിനെ വരച്ചു വെച്ചതുപോലെയായിരുന്നു ആയിഷ ഫാത്തിമ ബീവി. ആ തുടുത്ത കവിളുകൾ, ആ മുഖത്തിന്റെ കണ്ണിന്റെ വശ്യത, ആ ശരീരത്തിന്റെ മാർദ്ദവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ ആ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മദീനയിലൂടെ നടക്കുമ്പോൾ ഞങ്ങൾക്കൊരു ബലായിരുന്നു, ഞങ്ങളുടെ പ്രവാചകൻ നടക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അത്രക്ക് സൗന്ദര്യമായിരുന്നു. അതുകൊണ്ടാ ഇന്നും കവികൾക്ക് അത് പാടി മതി വരാത്ത. കൽബാണ് ഫാത്തിമ, എടാണ് ഫാത്തിമ, കുളിരാണ് ഫാത്തിമ എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല. അത്രക്ക് മനോഹരായിരുന്നു അവരുടെ ജീവിതം. ആ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാനെ കല്യാണം കഴിക്കാൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആഗ്രഹിക്കുന്നുണ്ട്. അവസാനം പറയാൻ പേടിച്ച് വീട്ടിലിരിക്കുമ്പോ അഥവാ പള്ളിയിലിരിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എന്താ ഈ ഒരു സങ്കടം? ഒന്നുമില്ല അബൂബക്കർ, ഫാത്തിമക്ക് ആലോചനകൾ വരുന്നുണ്ട്, ഫാത്തിമാനെ കല്യാണം കഴിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താ അബൂബക്കർ, എന്തുകൊണ്ടാണ് താങ്കൾ അത് റസൂലിനെ അവതരിപ്പിക്കാത്തത്? അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലാണ് എന്റെ ജീവിതം, എന്റെ പ്രവാചകനാണ് എനിക്ക് ഭക്ഷണം തരുന്നത്. റസൂലുള്ള ഒരു മകനെ പോലെ എന്നെ സ്നേഹിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ റസൂലിനോട് എന്റെ ആവശ്യം പറയാ? അവസാനം അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്തുണ കൊടുക്കുമ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് ചോദിക്കുക. ആ ചോദിക്കുന്ന സമയത്ത് റസൂലുള്ള കരയുന്നുണ്ട്. എന്നിട്ട് അള്ളാഹുവിനോട് പറയുന്നുണ്ട്, റബ്ബേ എന്റെ മനസ്സറിഞ്ഞിട്ടാണ് അലി എനിക്ക് തന്നത്. അത്രക്ക് ഇഷ്ടമായിരുന്നു റസൂലുള്ളാഹിക്ക് അലി ഇബ്നു അബീ ത്വാലിബിനെ. കാരണം വേറൊരു കാരണം കൂടിയുണ്ട്. ആ ബന്ധങ്ങളെ മഹത്വമാണ് അവിടെ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ജനിച്ചതിന്റെ മുൻപേ വാപ്പ മരിച്ചു. കുറച്ചു കാലം കഴിഞ്ഞ് ജനിച്ചതിന് ശേഷം ഉമ്മയും മരിച്ചു. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഒരു ഉമ്മയെ പോലെ സ്നേഹിച്ചത് അലീന്റെ ഉമ്മ കൂടിയായ
അബൂ ത്വാലിബിന്റെ ഭാര്യ ഫാത്തിമ ബിൻത് അസദ. ഫാത്തിമ ബിൻത് അസദ് എടുത്തുകൊണ്ടുപോവുകയാണ് അള്ളാഹുവിന്റെ റസൂലിനെ. സ്വന്തം മകനെ പോലെ നോക്കുന്നുണ്ട്. റസൂലുള്ളാഹിനേക്കാളും താഴെയാണ് അലി. പക്ഷെ അലിക്ക് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത പരിഗണന ഉമ്മ കൊടുത്തിട്ടില്ല എന്നാണ്. ഉമ്മയും വാപ്പയും ഇല്ലാത്ത റസൂലിനെ ഒരു ഉമ്മാന്റെയും വാപ്പാന്റെയും സ്നേഹം കൊടുത്തിട്ടാ ഫാത്തിമ ബിൻത് അസദ് വളർത്തിയത്. അതുകൊണ്ടാ ഫാത്തിമ ബിൻത് അസദ് മരണപ്പെട്ടപ്പോ ആ കബറിലേക്ക് റസൂൽ ഇറങ്ങി 2 തവണ ഉരുളുന്നുണ്ട്. തന്റെ കുറ്റുമ്പാന്റെ കബറിൽ കിടന്ന് റസൂൽ ഇങ്ങനെ ഉരുളും. എന്നിട്ട് മുകളിലേക്ക് കയറിയിട്ട് റബ്ബിനോട് പറയും, നാദാ അലിക്ക് മുൻപ് ഭക്ഷണം തന്നിട്ടുണ്ട് ഫാത്തിമനിക്ക്. അലി ഉറക്കുന്നതിന് മുൻപ് എന്നെ ഉറക്കിയിട്ടുണ്ട്. അലിയെ മാറിലേക്ക് ചേർക്കുന്നതിന് മുൻപ് എന്നെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബേ നിന്റെ ഫാത്തിമുമ്മാക്ക് ഇനി കബറിന്റെ വേദന അറിയിക്കല്ലേ. ആ സ്നേഹം റസൂലുള്ളാഹിക്ക് ഉള്ളത് കൊണ്ട് റസൂലിന്റെ മനസ്സിലുണ്ടായിരുന്നു അലീനെ ഫാത്തിമാക്ക് കൊടുക്കാൻ. പക്ഷെ റസൂലുള്ളാഹിക്ക് ചോദിക്കാൻ ഒരു അസ്വസ്ഥത. അവസാനം കല്യാണം കഴിച്ച് പറഞ്ഞയക്കുമ്പം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ അകത്തേക്ക് വിളിച്ച് റസൂൽ കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. അലി എന്റെ കരളാണ് ഫാത്തിമ. അതുകൊണ്ട് അലി അവളെ നീ പട്ടിണി കിട്ടാനും എന്നോട് ഞാൻ ചോദിക്കാൻ വരൂല അലി. പക്ഷെ എന്റെ മകളുടെ സ്വർഗം നീ നഷ്ടപ്പെടുത്തരുത് അലി. അവളൊരു പാവമാണ് അലി. അതുകൊണ്ട് നീ എന്റെ മകളെ അള്ളാന്റെ സ്വർഗത്തിൽ എന്നോടൊപ്പം എത്തിക്കാൻ നീ പണിയെടുക്കണേ അലി. ഫാത്തിമാനെ വിളിച്ച് പറയുന്നുണ്ട്, മോളെ ഫാത്തിമ, അലി ഒരു ദരിദ്രനാണ്. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ആണിനെയാണ് മോളെ എനിക്ക് ഞാൻ തന്നത്. അലിക്കൊരു പക്ഷേ നിനക്ക് ഭക്ഷണം തരാൻ ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് മോളെ, നിന്നെ സ്വർഗത്തിലെത്തിക്കാൻ അലിയെ പോലെ ഒരാളല്ലാതെ വേറെ ഉണ്ടാവില്ല. ഇതാ നിക്കാഹ്, ഇതാ കരാറ്. ഖബിൽതു നിക്കാഹ വ തസ്വീജഹ വ അൻകഹതുക സവ്വജതുക എന്ന് പറയുന്നത് ഈ കരാറാണ്. ആ കുടുംബത്തിലുള്ള ആ ബന്ധം, ഹൃദയത്തിന്റെ ഐക്യം, ആ ഐക്യത്തിന് മുൻഗണന കൊടുക്കുകയും ആ ദീനിലേക്ക് നമ്മളെ കുടുംബത്തെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ പടച്ചോന്റെ ബർക്കത്തിറങ്ങുക. അല്ലാണ്ട് മുതലേ ഉണ്ടാവും, പണേ ഉണ്ടാവും, സൗകര്യങ്ങളും സമ്പാദ്യങ്ങളും വീട്ടിൽ അധികം ഉണ്ടാവും. അള്ളാന്റെ മലക്കുകളിൽ ഒരാൾ പോലും നമ്മളെ വീട്ടിന്റെ ഏതായത്ത് വരുന്നുണ്ടാവില്ല. മലക്കുകളുടെ ബർക്കത്ത് നമ്മളെ കുടുംബത്തിൽ നിന്ന് തടയപ്പെടും. ആ കുടുംബമാണ് എന്തിനാണ് എന്ന ചോദ്യത്തിന് പോലും അള്ളാഹു കൊടുക്കുന്ന മറുപടി തസ്കുനു, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകാൻ. കുടുംബത്തിന്റെ സമാധാനം, സന്തോഷം, അതോടൊപ്പം പാരത്രിക ലോകത്തേക്കുള്ള വലിയൊരു നേട്ടം, ഇതൊക്കെ കുടുംബം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ആ കുടുംബം വിശ്വാസത്തിന്റെ പകുതി എന്ന് അള്ളാഹു പ്രയോഗിക്കാനുള്ള കാരണം, വിവാഹം കഴിയുന്നത് വരെ നമുക്ക് നമ്മളുടേതായ ലോകമാണെങ്കിൽ വിവാഹം എന്ന ബന്ധം ശരീരത്തിലേക്ക് വരുമ്പോൾ, ജീവിതത്തിൽ വരുമ്പോൾ അതൊരു വലിയ ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. ഒരുപാട് ബന്ധങ്ങളിലേക്ക് അള്ളാഹു തആല നമ്മളെ ഏൽപ്പിക്കുകയാണ്. ആ കുടുംബത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മളെ കുടുംബം മുൻപോട്ട് പോകണമെങ്കിൽ, പാരത്രിക ലോകത്ത് എന്റെ കുടുംബം എനിക്ക് ഉപകാരപ്പെടണമെങ്കിൽ ആ രീതിയിൽ നമ്മളെ കുടുംബത്തെ നമ്മൾ സംവിധാനിക്കണം. ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ അതിനുള്ള പണി തുടങ്ങണം. വിവാഹത്തിന്റെ മുൻപേ പോലും പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. കണ്ടാൽ ഹൂറിയുടെ രീതിയും സ്വഭാവവുമുള്ള വെളുവെളുത്ത തുടുതുടുത്ത ആണിനെയും പെണ്ണിനെ എനിക്ക് തരണം എന്നല്ല റബ്ബ് പറയുന്നത്. റബ്ബേ, എനിക്കിന്റെ ആഹാരം നന്നാക്കുന്ന, ദുനിയാവിൽ എനിക്ക് കണ്ണിന് കുളിർമ നൽകുന്ന, മരിക്കാൻ നേരത്ത് പോലും പടച്ചോന്റെ അടുത്തേക്ക് മനസമാധാനത്തിൽ മടങ്ങാൻ പറ്റുന്ന ഒരു എണ്ണനെ, ഒരു തുണനെ എനിക്ക് തരണേ റബ്ബേ എന്നാണ് ആ കുടുംബത്തിൽ. അതുകൊണ്ടാ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒന്നുമില്ലാത്ത സഹാബാക്കൾക്ക് മരിക്കാൻ നേരത്ത് സന്തോഷം അവന്റെ കുടുംബത്തിനെ കൊണ്ട് പടച്ചോന്റെ സ്വർഗം കിട്ടുമായിരുന്നു. നമ്മൾ എത്ര ആളുകൾക്ക് ആ സമാധാനം കിട്ടും? എന്റെ കുടുംബം കൊണ്ട് എനിക്ക് അള്ളാന്റെ അടുത്ത് സ്വർഗം കിട്ടും. നമ്മൾ പറയാറില്ലേ, ഖൈസമ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മകൻ ജനിച്ച ഉടനെ ആ ഉമ്മ മരിക്കുന്നുണ്ട്. മകന് സഈദ് റളിയല്ലാഹു അൻഹു എന്ന പേരും കൊടുക്കും. പിന്നീട് ഒരു വാപ്പ മകൻ എന്ന ബന്ധത്തെക്കാൾ ഒരു സുഹൃത്തുക്കളെ പോലെ ആ വാപ്പയും മോനും ജീവിച്ചു എന്നാണ്. മകനൊരു യുവാവായപ്പം ഖൈസമ റളിയല്ലാഹു അൻഹു വലിയ സന്തോഷമായിരുന്നു. പക്ഷെ ആ സമയത്താണ് ഉഹുദ് യുദ്ധം വരുന്നതും മകൻ ഖൈസമ റളിയല്ലാഹു അൻഹു മകൻ സഈദ് റളിയല്ലാഹു അൻഹുവിനെ അടുത്ത് വിളിച്ചിട്ട് പറയും, മോനെ, ആ യുദ്ധത്തിൽ എന്റെ മോൻ പങ്കെടുക്കണം. അള്ളാഹു വിധിച്ചത് സ്വർഗമാണെങ്കിൽ നിന്നെ ഞാൻ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടിക്കോളാം. ആ യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടുകയും പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം, ദിവസങ്ങൾക്ക് ശേഷം സ്വഹാബത്ത് വന്ന് പറയുന്നുണ്ട് ഖൈസമ റളിയല്ലാഹു അൻഹുവിനോട്, ഖൈസമ, പടച്ചോൻ എനിക്ക് തന്നത് അള്ളാഹു തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അന്ന് ഖൈസമ റളിയല്ലാഹു അറിയാണ്ട് അങ്ങ് കരഞ്ഞു. എന്നിട്ട് ആകാശത്തേക്ക് നോക്കി പറയും, റബ്ബേ, ഞാൻ എന്റെ മോനെ അവന്റെ ഉമ്മയോടൊപ്പം സ്വർഗത്തിൽ വെച്ച് കണ്ടോളാം. അത് പറയുമ്പോഴേക്കും ഖൈസമ റളിയല്ലാഹു അൻഹു കരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ സഹാബാക്കളൊക്കെ കുറ്റപ്പെടുത്തും, എന്തിനാ ഖൈസമ, അള്ളാഹുവിന്റെ റസൂൽ കരയാൻ പറഞ്ഞിട്ടുണ്ടോ? മരണത്തിന്റെ മുൻപിൽ ഇങ്ങനെ കരയാനാണോ റസൂലുള്ളാഹി പഠിപ്പിച്ചത്? ഉടനെ റസൂലുള്ളാഹി സഹാബത്തിൽ പറയും, തടയരുത്, അത്
കരച്ചിലല്ല, അതൊരു വാപ്പാന്റെ സ്വപ്നമാണ്. ഒരു വാപ്പാന്റെ ഒരു ജീവിതത്തിലെ വലിയ സങ്കടമാണ്. അത് ഹൈസമാന്റെ കണ്ണെന്ന് പോട്ടെ. കാരണം വിവാഹം കൊണ്ട് പടച്ചോൻ കൊടുത്ത വർക്കത്തായിരുന്നു അത്. നമുക്ക് എന്ത് വർക്കത്താ കിട്ടിയ കല്യാണം കൊണ്ട്? കുറെ മുതലുണ്ടാക്കി കൊടുത്തു, കുറെ സൗകര്യങ്ങൾ വാരി കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മളെ കുടുംബം കൊണ്ട്, അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബം ഏറ്റവും മനസമാധാനത്തിൽ മുമ്പോട്ട് പോകണേ. ആ കുടുംബത്തിൽ അള്ളാഹുവിനെ ഓർത്ത് റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ച സ്നേഹം നമുക്ക് നിക്ഷേപിക്കാൻ പറ്റണം. ആ സ്നേഹമാണ് ഇന്ന് കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അറിഞ്ഞും മനസ്സറിഞ്ഞും അവന്റെ പഠനകാലത്തിന് ശേഷം, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വലിയ ജോലിയും തരക്കേടില്ലാത്ത വലിയ സാമ്പത്തിക സ്ഥിതിയും കിട്ടിയപ്പോൾ അവനവന്റെ അധ്യാപകനെ കാണാൻ വേണ്ടി പുറപ്പെടുക. അവൻ ഏറ്റവും വില കൂടിയ സമ്മാനം വാങ്ങുമ്പോൾ പോലും ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇത്രയും വില കൂടിയത് വാങ്ങുന്നത്? ആർക്കാ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്റെ ജീവിതത്തിലെ എന്നെ സ്നേഹിച്ചൊരു മാഷ്ക്കുള്ളതാണ്. അതുവരെ അയാൾ നാട്ടിലെത്തി. ആ അധ്യാപകൻ അദ്ദേഹം അന്വേഷിച്ച് കണ്ടെത്തി. അങ്ങേയറ്റം വാർദ്ധക്യത്തിലെത്തിയ ആ അധ്യാപകന്റെ അരികിൽ ചെന്ന് ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ സാറേ? സാറ് പറഞ്ഞു, ഇല്ല മോനെ. ഒരുപാട് ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല മോനെ. അവസാനം ഈ ചെറുപ്പക്കാരൻ ഒരു കഥ പറഞ്ഞു. ഈ കഥ പറഞ്ഞാൽ സാറിന് എന്നെ വേഗം മനസ്സിലാവും. ആ കുട്ടി കഥ പറയാൻ തുടങ്ങി. സാറിന് അറിയോ, 6ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എന്റെ ക്ലാസ്സിലെ ഗൾഫുകാരനായ ഒരു വാപ്പാൻ എന്റെ ബാഗിന്റെ അടുത്തെത്തിയപ്പോ എനിക്ക് ഉറപ്പാണ് എന്റെ ബാഗ് ആ വാച്ച് സാറിന് കിട്ടുമെന്ന്. വിറച്ച് സങ്കടപ്പെട്ട് ഞാൻ കണ്ണും പൂട്ടിയിരിക്കുമ്പോ ഞാനും കഴിഞ്ഞ് ഏകദേശം 30ാമന്റെ അരികിലെത്തിയപ്പം സാറ് പറഞ്ഞു, കണ്ണുറന്നോളൂ, വാച്ച് കിട്ടിയിട്ടുണ്ട്. അത് ഏത് ബാഗ് എന്നാണ് സാറ് പറഞ്ഞിട്ടില്ല. സാറിനറിയോ, അത് എന്റെ ബാഗ് എന്നാ സാറിന് അത് കിട്ടിയത്. സാർ പറഞ്ഞു, എനിക്ക് എന്നെ മനസ്സിലായിട്ടില്ല. ആരാ നിന്നെ അറിയൂല എനിക്ക്. ഒന്നും കൂടി പറഞ്ഞു, സാറേ ഞാനായിരുന്നു അത് കട്ടെടുത്ത് വെച്ച്. അപ്പൊ സാറ് തിരിച്ചു പറഞ്ഞു, മോനെ, എന്റെ മുൻപിലുള്ള നിങ്ങളോട് എല്ലാവരോടും കണ്ണടയ്ക്കാൻ ഞാൻ പറഞ്ഞപ്പോ ഞാനും കൂടെ കണ്ണടച്ചിരുന്നു. എനിക്കറിയണ്ട എന്റെ കുട്ടുകളിൽ ആരാണ് കള്ളനെന്ന് എനിക്കറിയണ്ട. ഒരുപക്ഷെ ഞാൻ ആ മുഖം കണ്ടാൽ വീണ്ടും ആ വെറുപ്പിന്റെ മനസ്സിൽ വന്നു പോയേക്കാം. അതുകൊണ്ട് ഞാനും കണ്ണടച്ചിട്ടാണ് ഓരോരുത്തരുടെ വേഗം പരിശോധിച്ചത്. അത് നീയാണെന്ന് എനിക്കറിയൂല കേട്ടോ. കൊണ്ടുപോയ സമ്മാനത്തിന്റെ മുൻപിൽ അതിന്റെ വിലയിൽ കുറഞ്ഞു പോയി എന്ന് കരുതി ആ ചെറുപ്പക്കാരൻ കരയുന്നു. ഈ ലോകത്ത് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കേണ്ട സ്നേഹം ആത്മാർത്ഥമായിട്ടാണെങ്കിൽ, കുടുംബത്തിലാവട്ടെ മറ്റേ ജീവിതത്തിലാവട്ടെ, ഈ ദുനിയാവിൽ നിന്ന് പകരം പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ സ്നേഹം കൊടുക്കുന്നതെങ്കിൽ അല്ലാഹു സാക്ഷി, മറ്റൊരാളിലൂടെയോ നമുക്ക് അർഹതപ്പെട്ട സ്നേഹവും സംരക്ഷണവും സമാധാനവും പടച്ചവൻ തരും. ഒരിക്കലും ബന്ധങ്ങൾക്ക് മുൻപിൽ സ്നേഹത്തിന്റെ അളവുകൾ വെച്ചിട്ട് പണത്തിന്റെ വലുപ്പം പ്രകടിപ്പിക്കരുത്. ആ സ്നേഹം നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കുമ്പോഴാണ് അല്ലാഹു തആല പറയുന്നതും വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ, അതിനാ നിങ്ങളുടെ ഹൃദയം നിറച്ച് ഞാൻ സ്നേഹവും കരുണയും ഒക്കെ തന്നത്. ആ സ്നേഹം പരസ്പരം പ്രകടിപ്പിക്കാൻ, പരസ്പരം ഏറ്റവും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ. ഇന്ന് കുടുംബത്തിൽ അതാ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നെല്ലാവർക്കും പകരത്തിന് പകരം കിട്ടിയാലേ ആൾക്കാർ സ്നേഹിക്കൂ. ഒന്ന് മനസ്സിലാക്കാൻ പോലും പലരും ശ്രമിക്കുന്നില്ല. ഞാൻ ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരോടും ചോദിക്കാം, നിങ്ങളെ ഭാര്യമാർ ഈ കൂട്ടത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ 2 പേരെ 2 റൂമിലാക്കിയിട്ട് ഞാൻ ചോദിക്കാണ്, അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? അവളോട് ചോദിക്കാണ്, അവനോട് ചോദിക്കാണ്, എന്റെ ഭാര്യക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ, ഏത് കളറാ? ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ അവളെ വേദനകളെ പറ്റി? അവളെ ശരീരത്തിലും കൈകളിലും കവിളുകളിലും കാലുകളിലും വരുന്ന, എന്തിന് കാലിന്റെ മടമ്പിന്റെ ഭാഗത്തോ നിര്യാണിയുടെ ഭാഗത്തോ അതിന്റെ മേലേക്കോ മുട്ടും കാൽമലോ ഉള്ള ഒരു പച്ച ഞരമ്പ് കണ്ടിട്ടുണ്ടോ? നമ്മള് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തടവി കൊടുത്തിട്ടുണ്ടോ? ഇന്ന വാപ്പാന്ന് വിളിക്കുന്ന മക്കൾക്ക് വേണ്ടി ആ ജീവിതത്തിലേക്ക് വേദന സഹിച്ച് ലേബർ റൂമിന്റെ പുറത്ത് ഞാൻ ആശ്വസിച്ചു നിൽക്കുമ്പോഴും തന്റെ വയറിന്റെ ഭാരം കൊയ്യാൻ വേണ്ടി പ്രാർത്ഥിച്ചും ദിക്റ് ചൊല്ലിയും ഇനി ഒരിക്കലും ഞാൻ ആ ലേബർ റൂമിലേക്ക് ഇല്ല എന്ന് മനസ്സുകൊണ്ട് പ്രതിജ്ഞ എടുത്തിട്ടും വാപ്പാന്ന് വിളിച്ച് 4-5 മക്കൾക്ക് വേണ്ടി അവൾ അനുഭവിച്ച വേദനയുടെ ഒരു അംശം ചോദിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മള്? ഇനി അവള് ചോദിച്ചിട്ടുണ്ടോ പകലന്തിയോളം ഒരാണിന്റെ കഷ്ടപ്പാടും? ഇന്നും ഒരു മതില് പോലെ വാപ്പ മുന്നിൽ നിൽക്കുന്നത് കൊണ്ടാ, ഭർത്താവിന്റെ ആയുസ്സുള്ളത് കൊണ്ടാ ഒരു കഴിവന്റെ കണ്ണുപോലും എന്റെ മാറത്തേക്ക് വരാത്തതെന്ന് ചിന്തിച്ച് ആ ആണിനൊന്ന് ചേർത്ത് പിടിച്ചിട്ടൊന്ന് സന്തോഷത്തോടു കൂടി കൈ പിടിച്ച് ഉള്ളത് മതി, ഉള്ളതിനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് എന്ന് പറയുന്ന ഒരു വാക്കും അയാളുടെ കരുവാളിച്ച കണ്ണുകളിലും നെറ്റികളിലും ഒരു ചുമ്മനം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് നമുക്ക്. എന്നിട്ട് നമ്മൾ പറയാ പഠിച്ചവനൊക്കെ തന്നിട്ടുണ്ട്, ഹാപ്പി ജീവിതം. പൈസന്റെ ഹാപ്പി ഉള്ളൂ പലർക്കും, സൗകര്യത്തിന്റെ ഹാപ്പി ഉള്ളൂ. ജീവിതം എന്ന ആസ്വദിക്കപ്പെടേണ്ട പടച്ചോൻ തന്ന നിയമത്തിനെ നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല, ജീവിതം ജീവിച്ചിട്ടില്ല നമ്മളിൽ പലരും.
ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് കേരളത്തിൽ നിന്ന് വിനോദയാത്രക്ക് പോയൊരു ബസ് അപകടത്തിൽപ്പെട്ടു. ആ ബസ്സിലുണ്ടായിരുന്ന അധ്യാപികയുടെ ഒരു മകള് അതേ അപകടത്തിൽ അവിടെ കിടന്ന് മരിച്ചു വന്നിട്ട്. ആ മരിച്ച മകളുടെ മയ്യത്ത് മോർച്ചറിയിലേക്ക് മാറ്റി കയ്യും കാലും പൊട്ടിയ അമ്മനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഐസിയുവിന്റെ ഉള്ളിലേക്ക് കയറ്റുമ്പോ ആ അമ്മ നെഞ്ചു പൊട്ടി കരഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് പറ്റിയ അപകടം നിങ്ങൾ എന്റെ ഭർത്താവിനെ അറിയിക്കരുത് കേട്ടോ. അവിടെ ഉണ്ടായിരുന്ന മന്ത്രി അടക്കം സഹപ്രവർത്തകർ ചോദിച്ചു, അതെന്തേ? അയാൾ ഒരു ഹൃദ്രോഗിയ, അയാൾക്ക് അത് താങ്ങാനുള്ള കഴിവുണ്ടാവില്ല, നിങ്ങൾ എന്റെ കുട്ടീനെ വേഗം മുപ്പരടുത്തേക്ക് പറഞ്ഞയച്ചാൽ മതി. തൊട്ടപ്പുറത്തെ മോർച്ചറിയില് ആ പെൺകുട്ടീന്റെ ശരീരം കണ്ട് തിരിച്ചു വന്ന മന്ത്രി അടക്കം എന്തു പറയണമെന്നറിയാതെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോ അതാ മനുഷ്യരെ പ്രണയം, അതാ മനസ്സിലാക്കരുത്. കൂടെ കിടന്ന 15 കൊല്ലം പെണ്ണിനെ മനസ്സിലാക്കാൻ പറ്റാതെ ആ പെണ്ണിന്റെ അവസാനം മരണത്തിന് ശേഷം പെണ്ണുങ്ങൾ മരിച്ചോ എന്റെ സങ്കടം കരച്ചിലും നാട്ടിലുള്ള മൂല്യന്മാരെ കണ്ടിട്ട് ദ്വാരപ്പിച്ചിട്ടും തീർക്കുന്ന പിയാപ്പാരുണ്ട്. എന്ത് കാര്യത്തിന്? ജീവിച്ചിരിക്കുന്ന കാലത്തൊന്ന് കൈ പിടിച്ച് സലാം പറയാത്തോനും സ്വന്തം ഭർത്താവിന്റെ സങ്കടങ്ങൾ അറിയാതെ നെഞ്ചോട് ചേർന്ന് കിടന്ന് സാരല്ല എന്ന് പറയാത്തോടും മരിച്ച പിയാപ്പിളക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ കൊണ്ട് ദ്വാരപ്പിച്ചിട്ടും പള്ളിയിൽ നിയാസ്കാരത്തിന് ആളെ കൂട്ടിയിട്ട് കാര്യമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു വ്യക്തി നന്നാവുന്നതോടൊപ്പം നല്ലൊരു ഭർത്താവാകണം. നല്ലൊരു ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്താ? ഭാര്യമാര് പറയുന്നത് എന്തും സാധിപ്പിച്ചു കൊടുക്കുന്നവനല്ല. അത് ഭാര്യമാരും കൂടി അറിയണം. എന്റെ വീട്ടിലെ അയാൾ നല്ല ഭർത്താവല്ല. ഈ ഇന്നൊരു 10 തോന്നിയപ്പെടണമെന്ന് എന്നോട് അയാൾ ചോദിച്ചിട്ടില്ലേ? അയാൾ നല്ല ഭർത്താവല്ല. എന്നെ കാഴ്ചക്ക് ഏതെങ്കിലും തരത്തിലുള്ള മുന്തിയ പർദ്ദയും ഫാസ്റ്റ് ഫുഡും വെറൈറ്റികളായ ഭക്ഷണവും കൊണ്ടുത്തരുന്ന നല്ല ഭർത്താവ് ഇനി തെറ്റിദ്ധരിച്ചതാ. നല്ല ഭർത്താവ് എന്ന് പറഞ്ഞാൽ നമ്മളെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം നല്ലൊരു ബാപ്പ ആവാ, നല്ലൊരു ഉമ്മയാവാ എന്നുള്ളതാണ്. ഇന്ന് മക്കൾ അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞല്ലോ, ഒരു പുരുഷൻ സ്ത്രീയുടെ ഭരണാധികാരിയാണ്, അവൾക്ക് മേലെ അധികാരമുള്ളവനാണ്. അധികാരം എന്ന് പറഞ്ഞാൽ അഹങ്കാരമല്ല. അധികാരം എന്ന് പറഞ്ഞാൽ അത് വരച്ച വരയിൽ നിർത്തി പേടിപ്പിക്കാനുള്ള കഴിവല്ല, മറിച്ച് അവളെ പടച്ചോന്റെ സ്വർഗത്തിൽ എത്തിക്കാനുള്ള കരുതലാണ്. എന്റെ ഭാര്യയായതിന്റെ പേരിൽ ഒരിക്കലും എന്റെ പെണ്ണ് പടച്ചോന്റെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥ വരരുത്. എന്റെ ഭാര്യയായതിന്റെ പേരിൽ അവളെ ജീവിതം ഒരിക്കലും കണ്ണീരാവാൻ പാടില്ല. ഇത് രണ്ടും ഉറപ്പുവരുത്തുന്നവനാ നല്ല ആണ്. ഈ 2 കാര്യങ്ങളെയാണ് ഒരു ഭർത്താക്കന്മാരെ ലക്ഷ്യം വെക്കേണ്ടത്. എന്റെ ഭാര്യ എന്റെ കൂടെ പോകുന്നതിന്റെ പേരിൽ പടച്ചോന്റെ അടുത്ത് ഒരിക്കലും എന്താവരുത്, അപമാനിക്കപ്പെടരുത്. അവളെ സ്വർഗം ഞാൻ തടയാൻ കാരണമാവരുത്. ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നതും അതാ, സ്നേഹവും ആ പരിഗണനയും കരുതരുത്. ഒരു പെണ്ണ് ചിന്തിക്കുന്നതും അതാ. കാരണം അത്രയും സ്നേഹവും അറിഞ്ഞ് ജീവിച്ച് വാപ്പാന്റെ അടുത്തുനിന്ന് ഒരു പെണ്ണ് വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരൊറ്റ ആഗ്രഹമുള്ളൂ, സ്നേഹിച്ച് കൂടെ നിൽക്കാൻ ഒരാണുണ്ടാകും. ആ പ്രതീക്ഷയില ഓളെ വാപ്പാന്റെ അടുത്തുനിന്ന് ഉമ്മാന്റെ അടുത്തുനിന്നോട് വരാൻ സമ്മതിക്കുന്നത്. ആ സ്വപ്നത്തിൽ അവള് നമ്മളെ കൂടെ പോയിരുന്നത്. അങ്ങനെ ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്ന് പിന്നെ നമ്മളെ ആവശ്യങ്ങൾ നിർവഹിക്കാനും പേടിപ്പിക്കാനും വരച്ച വരയിൽ നിർത്താനും ഇനി നമ്മളെ ചില സ്വഭാവക്കേട് കൊണ്ട് രാത്രി കരഞ്ഞുറങ്ങാനുമാണ് അവക്ക് വിധിയെങ്കിൽ അവക്ക് കിട്ടിയ ഏറ്റവും വൃത്തികെട്ടൊരു സൃഷ്ടിയാണ് ഞാൻ എത്ര ഭംഗി കിടന്നുറങ്ങിയാലും ഏത് AC റൂമിൽ കിടന്നാലും സ്വന്തം ചാരത്ത് ഒരു സ്വൈര്യം കിട്ടാതെ മനസമാധാനം കിട്ടാതെ. ഇന്ന് ചില ഭർത്താക്കന്മാരെ പറ്റിയിട്ട് ഭാര്യമാര് പറയാറുണ്ട്, ആളൊക്കെ നല്ല ദീനാസ്ഥാതെ, പിന്നെ എന്താ കുഴപ്പം? ഒരു സ്നേഹമില്ല, ഒന്ന് മക്കളോടൊരു നല്ല വർത്താനല്ല, നമ്മുടെയും കുട്ടിയൊന്നും പുറത്തേക്ക് പോവില്ല. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളാ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് കൊഞ്ചും തമാശ പറയും. നിങ്ങൾ ചിന്തിക്കണം കേട്ടോ, 60 വയസ്സുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 13 വയസ്സുള്ള ആയിഷാ ബീവിന്റെ ഒപ്പം ഓട്ട മത്സരം നടത്തും, കൊഞ്ചും തമാശ പറയും. ആയിഷാ ബീവിന്റെ മുഖം പാടുമ്പോഴേക്കും പറയും, ആയിഷ ഇന്ന് ചൂടിലാന്ന് എനിക്കറിയാം. ആയിഷ ബീവിക്ക് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി നബിയെ? അല്ല, എനിക്കറിയാം ആയിഷ, ഇന്ന് അഭിസംബോധന ചെയ്തത് ഇബ്രാഹിം നബിയുടെ രക്ഷിതാവിന്റെ അടിമ എന്ന. ഇനി എനിക്ക് ഭയങ്കര ഹാപ്പിയിലാണെങ്കിൽ മുഹമ്മദിന്റെ രക്ഷിതാവിന്റെ അടിമ എന്നാണ് എന്നെ വിളിക്കാറുള്ളത്. അത്ര വരെ അള്ളാഹുവിന്റെ റസൂലിന് കാര്യം മനസ്സിലായി. ഓരോ ഭാര്യമാർക്കും അള്ളാഹുവിന്റെ റസൂലുള്ള കൊടുക്കേണ്ട പരിഗണന കൊടുത്തു, സ്ഥാനം കൊടുത്തു. ആ തിരിച്ചറിവ് കുടുംബത്തിൽ സഹായിച്ചപ്പോ, അടുക്കളയിൽ കയറിയപ്പോ, മാവ് കുഴക്കുമ്പം ക്ഷീണിച്ചുറങ്ങിപ്പോകുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹാന്റെ കാല് നീക്കി വെച്ച് മാവ് കുഴച്ച് പത്തിരി ചുട്ട് ആയിഷ ബീവിന്റെ വായിൽ വെച്ചു കൊടുക്കുമ്പോ ഞെട്ടി കണ്ണു തുറന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ കരഞ്ഞുന്നാ. ഈ കുടുംബാണ് അള്ളാഹു നമുക്ക് നമ്മളെ കൺമുൻപിൽ വെച്ചെന്നിട്ട് പറഞ്ഞത്, നിങ്ങളുടെ മനസ്സിന്റെ ഈഗോയും പകയും അല്ലെങ്കിൽ ഈ വാശിയും മസിലുപിടുത്തൊക്കെ ഒന്ന് ഒഴിവാക്കി മനസ്സറിഞ്ഞ് സ്നേഹിക്കണം. ആ സ്നേഹമാണ് പലരും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്ന് നിസ്കാരവും നോമ്പും ഒക്കെ ഉണ്ട് ചിലർക്ക്. എന്താ മക്കളേക്ക് പാപ്പാക്കട വന്ന് കേറി നിസ്കരിച്ചോ,
ഒളിച്ചോ ഈ ചോദ്യം ഒന്ന് അടുത്തിരുത്താന്, ഒരു നല്ല വാക്ക് പറയാന്, ഒന്ന് അടുത്തിരുന്നൊരു സുഹൃത്തിനെ പോലെ സംസാരിക്കാന്, അവളുടെ വേദനകൾ അറിയാൻ, അവളുടെ വാക്കിന് പ്രാധാന്യം കൊടുക്കാൻ. ലോകത്ത് സൈക്കോളജി പറഞ്ഞൊരു വലിയ സത്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് ഏറ്റവും പടച്ചോൻ ബർക്കത്ത് തരുന്നത് നിന്റെ ഭാര്യയുടെ നാവുകൾക്ക് നീ ചെവി കൊടുക്കുമ്പോഴാണ്. അള്ളാന്റെ ഏറ്റവും വലിയ ബർക്കത്ത്. അവൾ പറയുന്നൊന്ന് കേൾക്കാൻ പോലും ചിലർക്ക് നേരല്ല. നാട്ടിലാണെങ്കിൽ വന്നാൽ ഒന്നുകിൽ ലാപ്ടോപ്പ്, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ ഫേസ്ബുക്ക്, അല്ലെങ്കിൽ ഫോണ്. എല്ലാവരും അത്തരക്കാരെന്ന് ഞാൻ പറയുന്നല്ല. നമ്മുടെ കുടുംബമാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര കാലം ജീവിച്ചു എന്നല്ല, ജീവിച്ച കാലം എത്ര മനോഹരാക്കി എന്നുള്ളതാ പടച്ചോന്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന നിയമത്ത്. 6 കൊല്ലം ഒരു ഭാര്യന്റെ കൂടെ ഒരു ഭർത്താവ് ജീവിച്ചിട്ടുള്ളൂ. 6ാമത്തെ കൊല്ലം അദ്ദേഹം ഖത്തറിൽ വെച്ചിട്ട് അപകടത്തിൽ മരിക്കുക. അന്ന് മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 3 പെൺകുട്ടികളാണ്. 24 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ ഭർത്താവ് മരിക്കുമ്പോൾ പെണ്ണിന് വയസ്സ് 26 വയസ്സാണ്. അവസാനം ഇന്ന് ഈ 57ാമത്തെയോ 8ാമത്തെയോ വയസ്സിൽ 3ാമത്തെ പെൺകുട്ടീനെയും കെട്ടിച്ചു വിട്ട് ആ ഉമ്മറത്ത് വന്നിരിക്കുമ്പോ നാട്ടുകാരെ ചോദിച്ചു, സൈനബ എനിക്ക് എവിടുന്ന് കിട്ടി ഇത്രക്ക് ധൈര്യം? ആവേശത്തോടെ ആ ഉമ്മ തിരിച്ചു പറഞ്ഞു, എന്റെ ജബ്ബാർ ഖാന്റെ കൂടെ ഞാൻ 6 കൊല്ലം ജീവിച്ചിട്ടുണ്ടെങ്കിലും 600 കൊല്ലത്തെ സ്നേഹം ആ മനുഷ്യ തന്ന് എപ്പോഴും എന്റെ നെഞ്ചിനുള്ളിലുണ്ട്. അത് മതി എനിക്ക് ഒരു ആയുസ്സും കൂടി ഇനിയും ജീവിക്കാൻ. അപ്പൊ നമ്മളെ ഭാര്യമാർ ആഗ്രഹിക്കുന്നത് നമ്മളൊരു നല്ല ഭർത്താവാകാനാണ്. അവളെ പരിഗണിക്കുന്ന, അവൾക്ക് വില കൊടുക്കുന്ന, അവളുടെ മനസ്സറിയുന്ന ആ രീതിയിൽ നമ്മളെ കുടുംബത്തെ സ്നേഹിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. ഇതൊരാളെ ബോധ്യപ്പെടുത്തേണ്ടതല്ല. ഞാൻ നല്ലവനാന്ന് പറയേണ്ടത് എന്റെ ഭാര്യ, നിങ്ങളല്ല. നിങ്ങൾക്ക് ഞാൻ നല്ല പ്രാസംഗികനാന്ന് പറയാൻ അവകാശമുള്ളൂ. എന്റെ രഹസ്യങ്ങളും എന്റെ പരസ്യങ്ങളും എന്തിന്, ഞാനൊരു വക്ത് നല്ലോണം നിസ്കരിക്കുന്നുണ്ടോ എന്ന് പോലും അറിയുന്ന എന്റെ കെട്ടിയ കൂടെ കിടക്കുന്ന പെണ്ണിനാ. എന്റെ ഉമ്മാക്ക് പോലും ചിലപ്പോൾ അതിന് പരിധികൾ ഉണ്ടാവും. എന്റെ സ്വഭാവം എങ്ങനെയാ, എന്റെ ഫോൺ എങ്ങനെയാ, എന്റെ മൊബൈൽ എങ്ങനെയാ, ഞാൻ രാത്രി ആയ ബ്ലൂ ഫിലിം കാണുന്നവനാണോ, അല്ലെങ്കിൽ ഞാൻ പരതുന്ന സൈറ്റുകളൊക്കെ തോന്നിയാസ സൈറ്റാണോ, ഏതൊക്കെ പെണ്ണുങ്ങളായിട്ട് എനിക്ക് കണക്ഷൻ ഉണ്ട് എന്നൊക്കെ പലപ്പോഴും ഈ ഇരിക്കുന്ന നിങ്ങളോ മറ്റാരേക്കാളും എന്റെ പെണ്ണിനെ അറിയൂ. അതുകൊണ്ട് അറബ് പറഞ്ഞത് ഖിയാറുക്കും അഹ്സനുക്കും ലിനിസാഇക്കും, ആണുങ്ങളിൽ ഏറ്റവും നല്ലവനാരാ? കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നത്. ആ പെണ്ണിന്റെ അടുത്ത അവന്റെ വില. ഒരാണിന്റെ ഭംഗി എവിടെയാണ്? അതോ നീ കട്ടി മീശയില് വരച്ചൊതുക്കുന്നവന്റെ കൃതാവിലൊന്നുമല്ല, ഓന്റെ വെളുത്ത തുടുത്ത മുഖത്തിലും അല്ല, ഓന്റെ ആ ഇസ്തിരിച്ചുള്ള എക്സിക്യൂട്ടീവ് ജീവിതത്തിന്റെ ശൈലിയിലും അല്ല. ഒരാണിന്റെ ഏറ്റവും വലിയ ഭംഗി അവന്റെ വീട്ടിൽ കുത്തിരിക്കുന്നവന്റെ പെണ്ണിന്റെ മുഖത്താണ്. മനസ്സമാധാനത്തോടുകൂടി കടന്നുറങ്ങുന്നുണ്ടെങ്കിൽ, നമ്മളെ ഓർക്കുമ്പോൾ അവർക്കൊരു അഭിമാന ബോധം ഉണ്ടെങ്കിൽ, മറ്റു 100,000 പെണ്ണുങ്ങൾ പയച്ചു പോയാലും നിന്റെ ആൺ അങ്ങനത്തെ ഒരുത്തന്റെ വലയിലില്ല എന്ന അഭിമാന ബോധത്തോളം വരൂല. ഒരാണും തിന്നാൻ കൊടുത്താൽ പോലും പെണ്ണിന്റെ മനസ്സിലുള്ള സന്തോഷം നിർത്തി ആയിഷ ബീവിന്റെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി കൂടെ മറവുക്ക് പോയി കാത്തുനിന്ന റസൂലുള്ളാഹിന്റെ മനസ്സ് നമുക്കറിയില്ല. ഈ വലിയ സംഘത്തെ നിർത്തിയിട്ട് ആയിഷ ബീവിക്ക് ഒരു ചെറിയ മൂത്രശങ്ക ഉണ്ടെന്ന് തോന്നിയപ്പം കാവല് നിൽക്കാൻ പോയ റസൂലുള്ളാഹി താൻ ഓർത്തിട്ടുണ്ട്. നമ്മള് എന്റെ ചില ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ കാണാം, സാധു പിയാപ്പിളൊക്കെ എടുക്കാൻ വന്നതാണെങ്കിൽ അങ്ങനെ കണ്ണൂരിട്ടും ഏറിയ 10 മിനിറ്റ് 5 മിനിറ്റ് പറപ്പിക്കുന്നത് കാണാൻ ചില നാട്ടിലൊക്കെ ഉള്ള ഷോപ്പുകളിൽ നിന്ന്. ഇതെങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒക്കെ അഭിപ്രായം ചോദിക്കാൻ നമ്മളെ ഉണ്ടാവും, ഒക്കെ ഒന്ന് സന്തോഷിക്കാൻ നമ്മളെ ഉണ്ടാവും, ഓളെ ശരീരത്തിന് ചേരുന്ന കളറും ഭംഗിയും പറഞ്ഞു കൊടുക്കാൻ നമ്മളെ ഉണ്ടാവും. എന്നാലും മാറിയിരുന്ന് ഫോണിൽ കളിക്കുന്നവനോട് ഇതെങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ എടുത്തോ, അതെടുത്തോ, നമുക്ക് ബാധ്യത ഒഴിവാക്കണം. അധികം ചോദ്യമൊന്നുമില്ല. ഈ മാനസികാവസ്ഥയിൽ ആരൊരു അഭിപ്രായം പറയും, അതുകൊണ്ടാ പിയാപ്പിളാരെ, അതുകൊണ്ടാ വാപ്പാരെ, അതുകൊണ്ടാ സഹോദരങ്ങളെ, ഓളെ എന്തെങ്കിലും ഒരു മുടി അയച്ചിട്ടത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോലം കാണുമ്പോഴേക്ക് ഒരുത്താൻ നീ സുന്ദരിയാട്ടോ എന്ന് പറയുമ്പോൾ പിന്നെ ഒരു മിസ്ഡ് കോൾ അങ്ങ് പോകുന്നല്ലോ. കാരണം അർഹതപ്പെട്ട അംഗീകാരം കിട്ടിയിട്ടില്ലേ. എല്ലാവർക്കും ജീവിതം വലിയ വെറുപ്പാണ്, എല്ലാവർക്കും സങ്കടങ്ങളാണ്. അതുകൊണ്ട് നല്ലൊരു ഭർത്താവാകാൻ, അതോടൊപ്പം ഓരോരുത്തരും നല്ലൊരു ഭർത്താവാകുന്നതോടൊപ്പം നല്ലൊരു ഭാര്യയും, ഏറ്റവും നല്ല പെണ്ണാരി എന്ന ചോദ്യത്തിന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത് എന്താ? ഫസ്വാലിഹാത്തു ഖാനിതാത്തുൻ റഹിമല്ലാഹി ഇംറഅതൻ. ഈ ദുനിയാവിൽ ഒരു ആണിന് കിട്ടുന്ന, ഞാനൊക്കെ നിക്കാഹ് ഖുതുബ നടത്തുമ്പോൾ പറയാറുണ്ട്, ഒരാണിന് കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്താ അറിയോ? അവന്റെ ദീനിൽ ഗുണദോഷിക്കാൻ കഴിവുള്ള ഒരു പെണ്ണിനെ കിട്ടുക എന്നുള്ളതാണ്. നിന്റെ ദീനിനെ ഗുണദോഷിക്കാൻ കഴിവുള്ള ഒരു പെണ്ണിനെ കിട്ടുക എന്നുള്ളതാണ് ദുനിയാവിൽ ഒരു മകന് അല്ലെങ്കിൽ ഒരു ആണിന് കിട്ടാവുന്ന ഏറ്റവും സന്തോഷം. റഹിമല്ലാഹു ഇംറഅതൻ, ഒരു പെണ്ണിന് അല്ലാഹു സദാ ബർക്കത്ത് കൊടുക്കും. എന്താ കാരണം? ഉറക്കിൽ നിന്നും അവൾ എഴുന്നേൽക്കുന്നു. എഴുന്നേൽക്കാൻ മടിക്കുന്ന ഭർത്താവിനെ അവൾ വെള്ളം കളിച്ച് എഴുന്നേൽപ്പിക്കുന്നു. നമസ്കരിക്കാൻ അവൾ കൂടെ കൂട്ടുന്നു. ആ പെണ്ണിന് പടച്ചോന്റെ ബർക്കത്ത് കിട്ടിക്കൊണ്ടേയിരിക്കും.
അള്ളാഹു പറയുന്ന ഒരു പെണ്ണിന്റെ ഏറ്റവും നല്ല യോഗ്യതയാണത്. ആ തിരിച്ചറിവ് ഒരു ഭാര്യക്ക് ഉണ്ടെങ്കിൽ ആ ഭാര്യ അതിലേക്ക് നമ്മളെ ക്ഷണിക്കുമ്പോൾ നമ്മൾ കൂടെ നിൽക്കണം. കാരണം പാരിത്രിക ലോകത്തെ ലക്ഷ്യം വെച്ചിട്ടാണ് എന്റെ പെണ്ണ് എന്നെ ക്ഷണിക്കുന്നതെങ്കിൽ ആ പെണ്ണിന്റെ കൂടെ ഞാൻ ചേർന്ന് നിൽക്കണം. ആ ആണിന്റെ മനസ്സറിഞ്ഞ് കൂടെ നിൽക്കാൻ ഒരു പെണ്ണിനും സാധിക്കണം. ഇന്ന് നമ്മളൊക്കെ പറയാറുണ്ട്, ദുനിയാവിലെ ഏത് പെണ്ണുങ്ങളെ തൃപ്തിപ്പെടുത്തുന്നാലും സ്വന്തം കെട്ടിയോളെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. ബാക്കി എല്ലാവരും തൃപ്തിപ്പെടുത്തിയാലും. ഇതേപോലെ ചില ഭാര്യമാര് ഭർത്താവിന്റെ മനസ്സറിയാതെ കുറ്റപ്പെടുത്തുക, അയാളുടെ മനസ്സിൽപ്പം ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, അനുസരണം എന്നുള്ളതാണ് ഒരു ഭർത്താവ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതൊരു ഭാര്യ തന്റെ ഭർത്താവിന് കൊടുക്കണം. അയാൾക്കുള്ള അനുസരണം, അയാൾക്കുള്ള ഭക്ഷണം, അയാൾക്കുള്ള സമാധാനം. ഞാനൊക്കെ ചിലപ്പം ഇപ്പൊ ഷാദുലിപ്പള്ളിയിലൊക്കെ ഉള്ള ആളുകളെ ഞാൻ അവിടെ കാണുന്നുണ്ട്. ചിലപ്പോ ഖുർആൻ ക്ലാസ്സിന് അല്ലെങ്കിൽ കുത്തുബക്കൊക്കെ കയറാൻ നേരത്ത് ചില പിയാപ്പിളാര് വന്ന് കൈയടിച്ചിട്ട് എന്നോട് അറിയിത്താതെ എന്തേ ഇവിടെ പിയാപ്പിളാരൊക്കെ നല്ലോണം നോക്കുന്നതിനെ പറ്റി പെണ്ണുങ്ങളോടൊന്ന് ശക്തി പറയണം. അപ്പൊ ഞാൻ ചോദിക്കും, അതെന്താ അപ്പൊ അങ്ങനെ? അല്ല, ഓള് നല്ല ദീനൊക്കെ ഉണ്ട്, പറഞ്ഞല്ലാണ്ട് പുറത്തിറങ്ങുന്നില്ല. പിന്നെ എന്താ കുഴപ്പം? തിങ്കളാഴ്ച ഓള് പറയും നിങ്ങളെ ക്ലാസ്, എന്റെ ക്ലാസ് തിങ്കളാഴ്ച അവിടെ. ചൊവ്വാഴ്ച പറയും കെവിന്റെ ക്ലാസ് ഓ, ബുധനാഴ്ച ബഷീർ മൗലവിന്റെ ക്ലാസ് ഓ, വ്യാഴാഴ്ച MGMന്റെ മീറ്റിംഗ്. നമുക്കൊരു വെള്ളം കിട്ടണേ ഹോട്ടലിൽ. അപ്പൊ ഇങ്ങനെയുള്ള ദീനല്ല, അവനവന്റെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തിയിട്ടുള്ള ദീന്, ആ ഭർത്താവിന്റെ മനസ്സറിഞ്ഞിട്ടുള്ള ദീന്, അയാളുടെ ഒരു ഉറുപ്പ്യ ചെലവാക്കുമ്പോ ഒരു കോടിക്ക് മഹത്വം കൊടുക്കുന്ന ദീന്. നാളെ മറ്റന്നാൾ ഈ ദുനിയാവെന്ന് മരിച്ചോകുന്ന ഭർത്താവ് ഇന്നെ പറ്റി തൃപ്തിയോടെ പടച്ചോന്റെ അടുത്തിന്റെ ഗുണം പറയാൻ കഴിവുള്ള ഒരു ഭർത്താവാകണം എന്നൊരു ഭാര്യ തീരുമാനിച്ച ഒക്കെ ഒരു നല്ല അമ്മയാവാൻ പറ്റും. ആ തിരിച്ചറിവ് കുടുംബത്തിലെ ദീന്. അല്ലാണ്ട് കുടുംബത്തിലെ ദീന് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കലും നോമ്പ് വെക്കലും സുന്നത്ത് നോമ്പ് എടുക്കലും നാട്ടിലെ സർവ്വ ഖുർആൻ ക്ലാസ് പങ്കെടുക്കലും എല്ലാ ഖുർആൻ പരീക്ഷ എഴുതലും അല്ല. ഇതൊക്കെ എഴുതിയിട്ടും കെട്ടിയോന്റെ മനസ്സറിഞ്ഞ് ഓന്റെ മുഖം പാടുമ്പോഴേക്കും കാരണങ്ങൾ അറിയാൻ പറ്റുന്നിടത്ത ഒരു പെണ്ണിന്റെ യോഗ്യത. അതാ ഒരു നല്ല ഉമ്മാന്റെ ലക്ഷണം. അതറിയുന്ന ഉമ്മാർക്ക് മക്കളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആണുങ്ങളുടെ മനസ്സ് മക്കളെ ചിലപ്പോ തകരും. ഓൻ തകർന്നാലും ഓൻ കരയൂല. കാരണം ഓൻ അറിയാം, ഓൻ കരഞ്ഞാൽ കുടുംബം കരയുന്നു. ഈ ഇരിക്കുന്ന ഓരോ ആണുങ്ങളും പകലത്തിയോളം കഷ്ടപ്പെടുന്നത് എന്തിനാ? റോട്ടുമേലേക്ക് ഇറങ്ങി നിന്നാ കാണുന്ന ഓരോ വണ്ടിയിലുള്ളവന്റെ നെഞ്ചുരുകുന്നത് എന്തിനാ? 50 ഉറുപ്പ്യന്റെ പെട്ടിയായിട്ട് റോഡ് വക്കിൽ ഇരുന്നിട്ട് വിലവേശുന്നവൻ എന്തിനാ? വായിലൊരു വിഷിലും വെച്ചിട്ട് വാഹനം നിയന്ത്രിക്കുന്ന തൊപ്പിക്കാരനും എന്തിനാ? ഒരു കുടുംബം ഉള്ളതുകൊണ്ടാ. ഒരാണ് നെഞ്ചു വിരിച്ചു നിന്നതുകൊണ്ടാ പല കുടുംബത്തിലും മാലിഞ്ഞിരിക്കുന്നത്, ഒരു ഉടുക്കുന്നത്, ഒരു തിന്നത്. ആ തിരിച്ചറിവാണ് കുടുംബത്തിലെ ദീന്. ആ ദീന് മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ബാപ്പാക്കളുടെ അംഗീകാരം ഉമ്മാര് വാങ്ങി കൊടുക്കണം. ഇന്നതില്ല കുടുംബങ്ങളിൽ പലതിലും. മക്കള് ഓണത്തിന് പോകുമ്പോ കവസം വിട്ടു പോകും. മക്കൾ ചോദിക്കും, ഇപ്പനോട് അറിയണ്ടേ? അതിനോട് പറയണ്ട, ആ ഒരു കൊട്ടന എന്ന് പറയതല്ല. മോളെ വാപ്പാന്റെ മുതലാങ്ങി തിന്നത്, വാപ്പാന്റെ ഒരു ഉറുപ്പ്യ എനിക്ക് തിന്നാൻ തരുന്നുണ്ടെങ്കിൽ വാപ്പാന്റെ ജീവിത മക്കളെ നിങ്ങളെ സൗകര്യം സമാധാനവും ഒരു മതില മക്കളെ എന്നും പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതമാർക്കുണ്ട്. ആ വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, വാപ്പാന്റെ ജീവിതം സന്തോഷിപ്പിക്കാൻ. നാളെ മറ്റന്നാളെ മരിച്ചു പോകുമ്പം അയാൾ എന്റെ ജീവിതത്തിൽ തൃപ്തിയോടെയാണ് മരിക്കുന്നതെങ്കിൽ പടച്ചോൻ തരുന്നൊരു വാക്കുണ്ട്, സ്വർഗത്തിന്റെ 8 വാതിലും ആ അമ്മക്ക് ഭാര്യക്ക് പടച്ചോൻ തുറന്നെടുക്കുന്ന. അത് പറയാറില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഭാര്യമാരോട് ചോദിക്കുമ്പോൾ പലരും ഇസ്ലാമിലെ ശത്രുക്കളും മുസ്ലിമീങ്ങളും പറയുന്നത് എന്താണെന്നറിയാമോ? നാളൊരുത്തൻ ഒരു ഇതേമാതിരി ഒരു ചർച്ചന്റെ ഇടയിൽ മുസ്ലിം നാമധാരി തന്നെയാണ്. അദ്ദേഹം പറയാണ്, മുഹമ്മദ് നബി 12 കെട്ടിയില്ല, നമുക്ക് ശത്രുക്കളോട് പിടിച്ചു കഴിഞ്ഞു. ആ 12 കെട്ടിയതാ പ്രശ്നമായത്. 12 കെട്ടിയ ലോകത്തിന്റെ ഹബീബായ നബി തങ്ങളെ പറ്റി ഒരു ഭാര്യ കുറ്റം പറഞ്ഞിട്ടില്ല. 12 ഭാര്യമാരും മരിക്കുമ്പോൾ റബ്ബിനോട് ഒറ്റ പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ, ഞങ്ങൾക്ക് ഇനി ഒരു ജീവിതം ഉണ്ടെങ്കിൽ പ്രവാചകന്റെ മണവാട്ടിയാക്കണേ റബ്ബേ എന്ന്. ഓരോ ഭാര്യമാരും റസൂലുള്ളാഹിന്റെ കൈ പിടിച്ച് മുത്തിയിട്ട് മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു നീതിമാനായ ഭർത്താവാണ് നബിയെ, നിങ്ങളൊരു നല്ല പുരുഷനും കുടുംബം ചേർക്കുന്നവനും ഭാര്യമാരോട് നീതി കാണിച്ചവനുമാണ്. 12 കെട്ടിയ ലോകത്തിന്റെ ഹബീബായ നബി തങ്ങളെ പറ്റി ഒരു ഭാര്യ കുറ്റം പറഞ്ഞിട്ടില്ലെങ്കിൽ, ഒന്ന് കെട്ടിയപ്പോഴേക്ക് തന്നെ 150 കുറ്റോളം മനസ്സിലുണ്ടെങ്കിൽ അത് നമ്മളെ പോലെ തന്നെയാണ്. ടോളച്ചാക്കാൻ വേണ്ടിട്ട് നമ്മൾ വേറെ കെട്ടണം എന്നല്ല പറയുന്നത്. അതുകൊണ്ട് ഒരു നല്ല ഭാര്യ ഭർത്താവിന്റെ മനസ്സറിയണം, കൂടെ നിൽക്കണം, ചേർന്ന് നിൽക്കണം, നല്ലൊരു ഉമ്മയാണ്. നിങ്ങൾ നല്ലൊരു ഭാര്യയും ഭർത്താവും ആയി കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ടത് മക്കളെയാണ്. ഈ കാലം അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. നമുക്കൊരിക്കലും നമ്മളെ പഴയ കാലത്തിലേക്ക് മക്കളെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റൂല. ഇനി രക്ഷിതാക്കൾ മാറുക എന്നുള്ളതല്ലാതെ മക്കളെ തിരുത്താൻ നമുക്കൊരു മാർഗമില്ല. സ്കൂളുകളിൽ MPTകളൊക്കെ നടക്കുമ്പോൾ ചില മാതാക്കളൊക്കെ മക്കളോട് പറയലുണ്ട്, ഞാനൊക്കെ പണ്ട് പഠിക്കുന്ന കാലത്ത്, ഇന്ന് നമ്മളെ കൂട്ടത്തിലുള്ള ചിലരുടെ രീതിയാണത്,
ഞാനൊക്കെ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ 1ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുമ്പോ എനിക്കിപ്പൊ വാങ്ങിത്തരുന്ന പെൻസിൽ ഒരു മാസം വരെ അല്ലെ ഒരു 3 മാസം വരെ നമ്മളെ കൈമേൽ ഉണ്ടാവുകയായിരുന്നു. ഇപ്പോഴോ നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന പെൻസില് ഉച്ച നമ്മളിപ്പോ 3/4 ഭാഗവും തിന്നിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ ഒരു കുറ്റി പെൻസിലാണ്ടാവില്ല. അപ്പൊ മക്കളെ നമുക്ക് ഇനി പഴയ കാലത്തിലേക്ക് കൊണ്ടുപോകാനല്ലല്ലോ, മക്കൾക്ക് നമ്മൾ ജീവിതത്തിന്റെ പുതിയ ചിന്തകള്, പുതിയ നന്മകള് മക്കളെ അറിയിച്ചു കൊടുത്ത് ചേർത്ത് നിർത്തി അവർക്കൊരു മാതൃകയാവാൻ പറ്റണം. ആ കുടുംബത്തിന്റെ ഭദ്രതയായി ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ ചിന്താഗതികൾ, സ്വവർഗരതി, ഗേസെക്സ്, LGBTQ, ലെസ്ബിയൻ ആസ്വാദനങ്ങൾ. കേരളത്തിലെ 36 പെൺകുട്ടികൾ പരസ്പരം കല്യാണം കഴിക്കാൻ ഹൈക്കോടതി കേസ് കൊടുത്തതാണ്. ഏകദേശം 60-ലധികം പുരുഷന്മാർ ഇപ്പോഴും ഒരുമിച്ച് താമസിക്കുന്നുണ്ട്, നിയമത്തിന്റെ അനുമതി ഇല്ലാതെ തന്നെ. ഒരു ജില്ലയിൽ പേരുകേട്ട സ്ഥാപനത്തിൽ ഏകദേശം 17ഓളം പെൺകുട്ടികളെ കൗൺസിലിംഗ് നടത്തിയപ്പം 13 പെൺകുട്ടികളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടവരാണ്. ഓരോ കലാലയങ്ങളിലെ വിദ്യാർത്ഥി സമൂഹത്തിന്റെയും നാവിനടിയിൽ തിരുകുന്നത്, മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്നത്, ഞരമ്പുകളിൽ കുത്തിത്താഴ്ത്തുന്നത് ഒരാണത്വത്തിന്റെ ലക്ഷണമായി മക്കൾ കണ്ടുകൊണ്ടിരിക്കുക. ചുണ്ടിലെരിയുന്ന സിഗരറ്റും വാടിക്കുത്തുന്ന തോർത്തുമുണ്ടും തർക്കുത്തരങ്ങളുമാണ് ഏറ്റവും വലിയ ആസ്വാദനം എന്ന് ചിന്തിക്കുകയും ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്ക് എത്തി 36ാമത്തെ വയസ്സിൽ ആൻജിയോപ്ലാസ്റ്റും കഴിയുന്ന യുവാക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. അവനവന്റെ സ്വാർത്ഥതയിലേക്കും വ്യക്തി താല്പര്യത്തിലേക്കും മാത്രം ഒതുങ്ങി കിട്ടുന്ന പൈസക്കനുസരിച്ച് ഇൻഡിവിജ്വൽ ഫ്രീഡം, സ്വയം വ്യക്തിഗത താല്പര്യ ജീവിതത്തിന്റെ ആസ്വാദന ലോകത്ത് കുടുംബം മറന്ന്, സ്വന്തം ജീവിതത്തെ മറന്ന്, കുടിച്ചും കൂത്താടിയും അന്യ പെണ്ണുങ്ങൾക്ക് പൈസ കൊടുത്തും ജീവിക്കുന്നവർ കൂടിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടായത്? നാട്ടിലെ വഴന്ന് കുറഞ്ഞതിന്റെ പേരില? പള്ളിയിലെ ഉസ്താദുമാരുടെ വർത്തമാനത്തിന്റെ അളവ് കുറഞ്ഞതിന്റെ പേരില? അല്ല. നേരം 5:02 കൊടുക്കുന്ന സുബഹി ബാങ്കിന്റെ സമയത്ത് സ്വന്തം ആൺകുട്ടീനെ ഒന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച് ഈ നിസ്കരിക്കാത്തവൻ എന്റെ കുടുംബത്തിൽ വേണ്ടാന്ന് പറയാൻ വാപ്പാർക്ക് പറ്റാത്തത് കൊണ്ടാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പെൺമക്കളോട് ഔറത്തിന്റെ വസ്ത്രം കാണിച്ചെടുത്ത് ഇതാണ് മക്കളെ ഔറത്ത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു ഉമ്മാക്ക് പറ്റുന്നില്ലെങ്കിൽ ആ മക്കളെ ശത്രുവാണ് ആ ഉമ്മ. അതാ റബ്ബ് പറഞ്ഞതും ഇന്നമാ അംവാലുക്കും ഔലാദുക്കും അദുമുലക്കും, നിങ്ങളെ ശത്രുക്കളായിരിക്കും അവർ. ആ തിരിച്ചറിവ് കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഒന്ന് മക്കൾക്ക് ശരിയായ പാത കാണിച്ചു കൊടുക്കാൻ. നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ സമസായി സൂചിപ്പിച്ചില്ലേ, ഇക്കഴിഞ്ഞ ദിവസം പോലും വടകരയിൽ അതോടൊപ്പം തന്നെ അരീക്കോട് സുല്ലമുസ്സലാമിൽ വെച്ച് നടന്ന ഒരു ഹൈസെക് കുട്ടികളുടെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പരിപാടിക്ക് ശേഷം സീറ്റിൽ ഇരുന്ന് കരയുന്ന 15ഓളം കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയി ചർച്ച ചെയ്തപ്പോ ഹൃദയത്തിന്റെ മാറ്റം, ഒന്ന് മാറാൻ ആഗ്രഹിക്കുന്ന മക്കൾക്കൊരു നല്ല ചേർത്ത് പിടിക്കൽ പോലും മാതാപിതാക്കൾ കൊടുക്കാത്തതിന്റെ വേവലാതി അവർ പറയുന്നത്. നമ്മളെ മക്കളെ പറ്റി നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അവർക്കൊരു നല്ല വാപ്പയാവാൻ പറ്റിയിട്ടുണ്ടോ? നാളെ പരലോകത്ത് റബ്ബിന്റെ മഹിഷറയിൽ മക്കൾ വാപ്പാന്റെ അടുത്തേക്ക് വരുന്ന രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. ആ മക്കൾ വന്നിട്ട് വാപ്പാനോട് പറയും, പാ ഇത്രയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടും ഇത്രയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചു തന്നിട്ടും ഒരു നല്ല ഉമ്മ ഞങ്ങൾ തന്നില്ലല്ലോ വാപ്പ. അപമാന ഭാരം കൊണ്ട് ഉമ്മാര് തലകുനിച്ചിരിക്കുന്ന ഇതേ ചോദ്യം ഉമ്മാന്റെ അടുത്തും പോയി ചോദിക്കും. ഇത്രയൊക്കെ ഞങ്ങൾക്ക് കഷ്ടപ്പാടുകൾ സഹിച്ച് ഞങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തു തന്നിട്ടും പൊന്നുമ്മ നല്ലൊരു വാപ്പനെ ഞങ്ങൾക്ക് തരുന്നില്ലല്ലോ ഉമ്മാങ്ങള്. അപമാന ഭാരം കൊണ്ട് വാപ്പയും തലകുനിച്ചു നിൽക്കുമ്പോ പിന്നെ ആ മക്കള് റബ്ബിനോട് പറയാ, പടച്ചോനെ ഈ സാധുക്കൾക്ക് ഇങ്ങനെ അധ്വാനത്തിൽ